അത് ഇല്ലാതാവുമ്പോൾ ഇവരട്ട് പോകും. ചെറിയ ആളാണോ? ശരിയാണ്. മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവാണ് കേരളത്തിലെ. അത് മാത്രമല്ല ഇദ്ദേഹവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ മാത്രമല്ല, പുള്ളി അത്യാവശ്യം അടിപിടിയൊക്കെ ഉണ്ടാക്കി കാപ്പ കേസിൽ ചുമത്തപ്പെട്ട് ആ ഡിസ്ട്രിക്റ്റിൽ പോലും കയറാൻ പറ്റാത്ത ആളാ. ഇപ്പൊ തന്നെ പുള്ളിയെ പിടിച്ചതും അടുത്ത നാടകമാണ്. കോയമ്പത്തൂര് ഒളിവിരിക്കുന്ന ആളെ ഇന്നലെ അങ്ങാടിപ്പുറത്തുനിന്ന് പിടിച്ചോണ്ട് വന്നു. അങ്ങാടിപ്പുറത്തുനിന്ന് അത് പോലീസ് അതിസാഹസികമായി പിടിച്ചെന്നു. ഭയങ്കര മാസ്റ്റർ പ്ലാനിങ് നടത്തിയ പിടിച്ചോണ്ട് വന്നേന്ന്. ഇതൊക്കെ ഒരു സെറ്റിൽമെന്റിലൂടെ പിടിച്ചോണ്ട് വന്നില്ലേ? സെറ്റിൽമെന്റിലൂടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അല്ല എന്തു അവിടെ വിളിച്ചോണ്ടിരുന്നത് അല്ലാതെ ഈ മുഹമ്മദ് റോഷൻ വന്ന് കയറൂ. അവൻ കാപ്പ മൊത്തപ്പെട്ടവനല്ലേ? അങ്ങാടിപ്പുറത്ത് എങ്ങനെ വരും അല്ലേ? അങ്ങാടിപ്പുറത്ത് എങ്ങനെ വരും? അങ്ങാടിപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ഫോൺ വിളിച്ച് സെറ്റ് ചെയ്തിട്ടേ നീ അങ്ങ് കീഴടങ്ങുന്നേ നല്ലത്. പിന്നെ എന്തോ അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു വെച്ച് സെറ്റിൽ ചെയ്ത് വിടുക, ഈ വിഷയമൊക്കെ തീർക്കുക എന്നൊരു സെറ്റിൽമെന്റിലൂടെ ആയിരിക്കും റോഷനെ വിളിച്ചു വരുത്തിയത്. റോഷൻ ഒരു മണ്ടനായിരിക്കത്തില്ലല്ലോ, അത്യാവശ്യം അടിപിടി അക്രമമൊക്കെ നടത്താൻ ശേഷിയുള്ള ഒരുത്തനല്ലേ. ആ സ്ഥിതിക്ക് പാണക്കാട് ശിഖാബലി തങ്ങളെപ്പോലെ ഒരാളെ വരട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സോൾഡായിട്ടുള്ള സാധനം കൈവച്ചിട്ടായിരിക്കും. അല്ലാതെ അത് എന്ത് സാധനമാണെന്നുള്ളത് റോഷനെ അറിയാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. കാണാതിരിക്കുമോ? അതല്ലേ ഈ ചാനലുകാർ പറഞ്ഞ വാചകം. അതല്ലേ മുഹമ്മദ് റോഷന്റെ കയ്യില് സാദിഖ് അലി ശിഹാബ് വ്യാജ വീഡിയോ ഉണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു വരുത്തിട്ട് അങ്ങനെയാണോ പറയുന്നത്? മോയിലി തങ്ങൾ പറഞ്ഞതാ, മൊഴി കൊടുത്തതാണ് ഇങ്ങനെ. അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ. ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചുമ്മാ അതൊക്കെ ആരെങ്കിലും വന്നൊരു വെടി വെട്ടിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാളെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാണുമെന്നുള്ളതാണ് കരുതുന്നത്. പിന്നെ എന്തെങ്കിലും കാണും. പക്ഷെ ആ കാണുന്നതൊക്കെ ഇപ്പൊ തീരും. ഇന്നലെ സാരഥിനെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ.